കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബന്ധപ്പെട്ട ബന്ധത്തിൽ ഈ ശനിയാഴ്ച രാവിലെ സമയം കടന്നു വന്ന പ്രാർത്ഥനയിലും ദൈവവചന പഠനത്തിലും ദൈവിക ആലോചനയിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ഈ പകൽക്കാലം എത്ര ആനന്ദകരമായ പകൽക്കാലമാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആളുകളെ നല്ല അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ, അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ ടിഷനിലൂടെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആ ദൈവവചനം പഠനത്തിലൂടെ പാസ്റ്റർ വർഗീസ് അവர்கள் ആളുകളെ വളരെ മനോഹരമായി നാം എങ്ങനെയായിരിക്കണം, എന്ത് ചെയ്യരുതെന്നുള്ളത്, ആളുകളെ വേലി പൊളിച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും, വേലി പൊളിച്ചു കളഞ്ഞാൽ പിശാച് കയറുന്ന വിധങ്ങളെ കുറിച്ചൊക്കെ വളരെ ആഴമായിട്ട് കർത്താവിന്റെ ദാസനിലൂടെ കേട്ടതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുവാനുള്ള നിങ്ങളുടെ ആവേശത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ കൂടുതൽ ആളുകളെ കുടുംബങ്ങൾ ഈ ഫയലിൽ കടന്നു വന്ന് ഭാഗവാക്കാകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, ദൈവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അവസ്ഥകളാണ് ഭാഗ്യാവസ്ഥ എന്ന് പുസ്തകം പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ഈ പകൽക്കാലം രാവിലെ സമയങ്ങളെ വേർതിരിച്ചുകൊണ്ട് കർത്താവിന്റെ പാദപീഠത്തിൽ ഭവനങ്ങളിൽ ആളുകളെ പ്രേയർ ലൈനായിട്ട് ഫോണിലൂടെ കർത്താവിനെ ഒരുമിച്ച് ലഭിക്കുന്ന ഈ കൂട്ടായ്മ, അത് ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമാണ്. ദൈവിക അവസ്ഥയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനുഭവമാണ്. ദൈവവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അവസ്ഥകളെയാണ് വിശുദ്ധ വേദപുസ്തകം ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ലഭിച്ച മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരുടെ ഒരുമിച്ചുള്ള കൂട്ടം അത് ഭാഗ്യകരമായ അനുഭവമാണ്. അവരുടെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാത്രികൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ വചനത്തിന്റെ കേൾവിക്കായി, വചന പഠനത്തിനായി, ആലോചനയ്ക്കായി, ദൂതനായി ഒക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. യഹോവ ദൈവമായ ജാതി അത് ഭാഗ്യമായ ജാതിയാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ, അവനെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തെ രുചിച്ചറിയുന്നത് കൊണ്ടാണ് തമ്പുരാന്റെ വചനത്തിന്റെ കീഴിൽ, അവന്റെ സന്നിധിയിൽ, അവന്റെ കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ ആലയത്തിൽ വസിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. അവന്റെ ബലം ധരിച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. അവനിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. അവൻ ശിക്ഷിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. അവനെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവനെ കുറിച്ചും പറയുന്നത് ഭാഗ്യവാൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, തമ്പുരാന്റെ പാദപീഠത്തിൽ നീ ഒറ്റയ്ക്കായിരിക്കാം, ഭവനത്തിനകത്ത് ഒരു വിഷയം അകലത്തിലിരുന്നുകൊണ്ടായിരിക്കാം ആളുകൾ ഈ പ്രളയം ഓൺ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് ഭാഗത്തായിരുന്നാലും വിഷയമല്ല, ദൈവവുമായി ബന്ധപ്പെട്ട് നീ അനുഭവിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഭാഗ്യാവസ്ഥയുണ്ടെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിലെ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സന്തോഷം വരെ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? കർത്താവ് ജീവനെ പരിപാലിച്ച് ഈ പ്രഭാതം കാണുവാൻ നമ്മളെ സഹായിച്ച് അവന്റെ പാദമെടുത്ത് ഇരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യകരമായ അവസ്ഥയില്ല. ഒരു പാട്ടുകാരൻ ഈ അടുത്തിടയ്ക്ക് എഴുതിയ ഒരു പാട്ടിന്റെ 2 വാക്കുകൾ ഞാൻ ഒന്ന് പാടി കേൾപ്പിക്കാം. അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ആ മനുഷ്യൻ അവന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവഭാഗം പകർന്നിരിക്കുന്നത് ആ വാക്യത്തിനകത്ത് കാണും, ആ പാട്ടിനകത്ത് വരികൾക്കകത്ത് കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്: എന്റെ ആഗ്രഹം ഒന്നു തന്നെ, അത് തന്നെ ദിനം തോറും പ്രത്യാശിക്കും. എന്റെ ആഗ്രഹം ഒന്നു തന്നെ, അത് തന്നെ ദിനം തോറും പ്രത്യാശിക്കും. യഹോവയുടെ ആലയത്തിങ്കൽ നിത്യം വസിപ്പാൻ കൃപ നൽകണേ. യഹോവയുടെ ആലയത്തിങ്കൽ നിത്യം വസിപ്പാൻ കൃപ നൽകണേ. നോക്കിയാട്ടെ, ആ മനുഷ്യന്റെ ആ എഴുത്തിനകത്തുള്ള ആഗ്രഹം കണ്ട് ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത്? ദൈവസാന്നിധ്യവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എനിക്ക് വേണം. ഇന്ന് പകൽക്കാലം ആ അനുഭവങ്ങളിലൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസനിലൂടെ പാസ്റ്റർ കെ വർഗീസിലൂടെ കേട്ടത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകളെ നമ്മുടെ സഭകളിൽ പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ് കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ കേട്ടത്. കാരണം പിശാച് തന്ത്രശാലിയാണ്. ഏതു തരത്തിൽ അവൻ നമ്മുടെ വേലി പൊളിച്ച് വേലിക്കകത്ത് കയറി നമ്മുടെ ഭവനത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ തലമുറയെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്ത് ചെയ്യരുത് എന്ന് പഠിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ അത് യേശു കർത്താവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം, പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു കർത്താവ് അവരെ പഠിപ്പിച്ചത് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് മുൻപ് ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് പഠിപ്പിച്ചതെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അവിടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നതിന് മുൻപ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്.
പഠിപ്പിക്കുകയാണ്. ഇതിലെ ഇത് എല്ലാ ഭാഗങ്ങളിലും കാണാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തും അത് തന്നെയാണ് പറയുന്നത്. അല്ലെ, ദൈവാലയത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവാലയത്തിനകത്ത് എന്തുണ്ടായിരിക്കണമെന്ന് പറഞ്ഞതിനേക്കാൾ ദൈവാലയത്തിനകത്ത് എന്തുണ്ടായിരിക്കരുത്. അതിലെ ദൈവാലയം നിന്റെ ശരീരമാണ്. ആ ശരീരത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്, എങ്ങനെ ആയിരിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ ദിവസങ്ങളിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹമാണ്, ഒരു പുതിയ തലമുറയാണ് നമ്മുടെ ഈ അമേരിക്കയിലുള്ളത്. അതുകൊണ്ട് തെറ്റിനെ കുറിച്ച് നമ്മുടെ തലമുറ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് പ്രാർത്ഥന അഭിനയമാകരുതെന്ന് കർത്താവ് പറയുന്നു. കാരണം അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകളെ ഉദാഹരണമായി എടുത്താണ് പറയുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ പള്ളികളിലും തെരുക്കോടുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് കർത്താവാദ്യം പഠിപ്പിക്കുന്നത്. കപടഭക്തിക്കാർ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല, അഭിനയത്തോടുകൂടി പ്രാർത്ഥിക്കരുത്. 2, പ്രാർത്ഥന ഒരിക്കലും ജൽപ്പനമാകരുത്. കണ്ടോ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മുടെ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അറിയുന്ന ദൈവമായതുകൊണ്ട് പ്രാർത്ഥന ആവർത്തന വിരസതയോടുകൂടി ആവർത്തിച്ചുള്ള അനുകരണമായി മാറരുതെന്ന് അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, പ്രാർത്ഥന കേൾക്കുന്നവരുമായുള്ള ബന്ധം ഉറപ്പാക്കിയ ശേഷമേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് മുൻപ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ആലയത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളുടെ ഇടയിൽ എപ്പോഴും കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും വിലയാലും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസികൾക്ക് അവിശ്വാസികളുമായി എന്ത് ഓഹരി, ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നോക്കിയാട്ട് നമ്മുടെ ജീവനുള്ള ശരീരമാകും നമ്മുടെ ആലയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാകരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിലെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനോട് കേട്ട നല്ല വചനങ്ങളെ ഓർത്ത്, നല്ല അനുഭവ വാക്കുകളെ ഓർത്ത് ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ ഏത് മണ്ഡലങ്ങളിലൂടെയും പിശാച് വെളിപ്പെട്ടു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട വാർത്ത, കേരളത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം, ഈ മാസം 1-ാം തീയതി 13 സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് സാത്താന്യ ആരാധന നടന്നു. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഈ 3 ഭാഗങ്ങളിൽ ഒരേ സമയത്ത് 13 ഇടങ്ങളിൽ സാത്താന്യ ആരാധനകൾ നടന്നു. എന്താണ് അവരുടെ ആരാധനയ്ക്കകത്തെ പ്രാർത്ഥനാ വിഷയം? ആത്മീയ മണ്ഡലങ്ങൾ തകരണം, ആത്മീയ അനുഭവമുള്ളവരെല്ലാം അവരുടെ രഹസ്യ ജീവിതങ്ങൾ തകർന്നു മാറണം. ആ ദൈവദാസന്മാർ ആത്മീയ അനുഭവത്തിൽ നിന്ന് മാറി ജഡീക അനുഭവത്തിലേക്ക് പോകണമെന്നൊക്കെയാണ് അവരുടെ പ്രാർത്ഥനാ വിഷയം. ഈ ദിവസങ്ങളിൽ ദൈവത്തിലെ സാത്താന്യ ആരാധനകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനം തിരിച്ചറിയണം, എന്ത് ചെയ്യരുത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 28 അധ്യായങ്ങൾ 40 വർഷത്തെ ദൈവസഭയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ചെയ്തെടുത്ത പ്രവർത്തികളുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോസ്തല പ്രവർത്തി 2-ാം അധ്യായമാണ് പ്രധാനപ്പെട്ട അധ്യായം. പരിശുദ്ധാത്മാവ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവസഭയുടെ ചരിത്രം അവിടെ ആരംഭിക്കുകയാണ്. 1-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും ശമര്യയിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നുള്ള വചനത്തെ അടിസ്ഥാനമാക്കി അതിനെ 4ആയി തിരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അതിന്റെ 4-ാം ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. 11-ാം അധ്യായം 19-ാം വാക്യം മുതൽ 28-ാം അധ്യായം 31-ാം വാക്യം വരെയാണ് നമ്മൾ സഭ ഭൂമിയിൽ എല്ലായിടത്തും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 12-ാം അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. 12-ാം അധ്യായം സഭയുടെ പീഡയിൽ ആരംഭിക്കുന്നു. അത് 12-ാം അധ്യായം തുടങ്ങുമ്പോൾ സഭയ്ക്കെതിരെ ശക്തമായ പീഡയാണ്. ആളുകളെ യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലനെ വെട്ടിക്കൊല്ലുന്നു, പത്രോസിനെ തടവിൽ പിടിക്കുന്നു, അതിലെ യഹൂദന്മാർ കൈകൊട്ടി ആഘോഷിക്കുന്നു. എന്നാൽ പാവം പിടിച്ച ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം ഇതിലെ ആ 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ ആരാണോ ദൈവസഭയ്ക്കെതിരെ നിന്നത് അവനെ ദൂതൻ അടിച്ച് അതിൽ താഴെയിട്ട് അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അവൻ ക്രിമിക്കിരയായി അവസാനിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി ദേശത്തെ വെളിപ്പെടുന്നു. അതൊരു ദൂരായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ അതിലെ കടന്നു വന്നേക്കാം. ദൈവജനത്തിന്റെ ഇടയിൽ ദൈവസഭയ്ക്കെതിരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നേക്കാം. എന്നാൽ അത് അവസാനം വരെ നിൽക്കത്തില്ല. അവസാനത്തെ ജയം ദൈവമക്കൾക്കായിരിക്കും, പ്രാർത്ഥിക്കുന്നവനായിരിക്കും, അതിലെ ദൈവ പ്രവർത്തിക്ക് വേണ്ടി നിൽക്കുന്നവനായിരിക്കുമെന്ന് ആ 12-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. 12-ാം അധ്യായത്തിന് ശേഷം നമ്മൾ 13-ാം അധ്യായത്തിലേക്ക് കയറി. 13-ാം അധ്യായം അന്ത്യോക്യ സഭയെക്കുറിച്ചാണ്. ആ സഭയുടെ ഉടലെടുപ്പ് എന്ന് പറയുന്നത് 11-ാം അധ്യായം 19-ാം വാക്യവും 20-ാം വാക്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അന്ത്യോക്യ സഭ ആരംഭിക്കുവാനുള്ള കാരണം സ്തെഫാനോസിന്റെ അല്ലെങ്കിൽ മരണനിമിത്തം ചിതറിപ്പോയ, സ്തെഫാനോസ് മരിക്കുമ്പോൾ
വരുമ്പോൾ ഹല്ലേലൂയ രക്തസാക്ഷിയായ ശേഷം ഹല്ലേലൂയ സഭയുടെ മേൽ യഹൂദന്മാർ പീഡ അടിച്ചുവിട്ടു. വീട് വീടാന്തരം കയറി പീഡ ചെയ്ത് അനുഭവിച്ചപ്പോൾ ഹല്ലേലൂയ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ചിതറി ഓടിയ അതെ പെന്തക്കോസ്ത് അനുഭവമുള്ളവർ അല്ലെങ്കിൽ അതിൽ വചനം വിശ്വസിച്ച് ദൈവ ക്രിസ്ത്യാനിയായി തീർന്നവർ ചിതറിപ്പോയ ഇടത്തെല്ലാം ദൈവവചനം പ്രസംഗിച്ചു. അങ്ങനെ ചിതറിപ്പോയ ഒരു കൂട്ടം യഹൂദന്മാര് അന്ത്യോക്യയിൽ വന്നു. അവര് എല്ലാവരോടും ദൈവത്തിന്റെ വചനം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അന്ത്യോക്യയിൽ അല്ലെങ്കിൽ ഒരു സഭയുണ്ടായി. ആ സഭ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് പൗലോസ് ഒരു വർഷത്തോളം ആ സഭയിൽ കടന്നു വന്ന് ബർന്നബാസിനോട് കൂടെ ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവവചനം പഠിച്ചു നിശ്ചയം പ്രാപിച്ച സഭ ശിഷ്യന്മാരുടെ ഒരു കൂട്ടമായി മാറുന്നു. ആ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നതായിട്ട് അന്ത്യോക്യ സഭയിലുള്ള ക്രിസ്തു ശിഷ്യന്മാരെ, വചനത്തിൽ ഉറപ്പുള്ളവരെ, ഹല്ലേലൂയ വചനത്തിന് വേണ്ടി ത്യാഗമനുഭവിച്ചവരെ ഹല്ലേലൂയ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ ആ കാലത്ത് യെരൂശലേമിന്റെ പ്രവാചകന്മാർ വരുന്നു, അന്ത്യോക്യ സഭയിൽ കടന്നു വരുന്നു. അതിൽ അഗബോസ് എന്ന പ്രവാചകൻ പ്രവചിക്കുന്നു. ആ പ്രവചനം നിവൃത്തിയാകുന്നു. ക്ഷാമം ഉണ്ടാകുമെന്നുള്ള പ്രവചനം അത് നിവൃത്തിയാകുന്നു. ആ ക്ഷാമകാലത്ത് മറ്റു സഭകളെ സഹായിക്കുവാൻ വേണ്ടി ധനശേഖരണം നടത്തി പൗലോസിന്റെയും ബർന്നബാസിന്റെയും കയ്യിൽ കൊടുത്തുവിടുന്ന അന്ത്യോക്യ സഭയെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അതിനുശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സഭ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ആ സഭയിൽ ഹല്ലേലൂയ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ദൈവസഭയിൽ ഹല്ലേലൂയ പല വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട്, പല വിധത്തിലുള്ള ശുശ്രൂഷകന്മാരുമുണ്ട്. ഹല്ലേലൂയ ദൈവസഭയുടെ ലക്ഷണം അതാണ്. ദൈവസഭയിൽ ഹല്ലേലൂയ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സഭയിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. സഭയിൽ വിശ്വാസികളല്ല ഉള്ളത്. ആദിമ സഭയിൽ ഉണ്ടായിരുന്നത് ഹല്ലേലൂയ ശിഷ്യന്മാരുടെ കൂട്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരുടെ കൂട്ടം, എന്ന് പറഞ്ഞാൽ ദൈവിക കൃപകൾ അനുഭവിച്ച് അത് വെളിപ്പെടുത്തുന്നവരുടെ കൂട്ടമാണ് ആദിമ സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ സഭകളിൽ വിശ്വാസികളാണുള്ളത്. ദൈവത്തിലെ വിശ്വാസികൾ എന്നുള്ളത് നമ്മുടെ മാത്രം പേരല്ല. മുസ്ലിം മതത്തിൽ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയും വിശ്വാസികൾ എന്നാണ് പറയുന്നത്. ഹൈന്ദവ വിശ്വാസികൾ എന്നാണ് പറയുന്നത്. സിഖ് വിശ്വാസികൾ എന്നാണ് പറയുന്നത്. വിശ്വാസികൾ എന്ന പദം നമ്മുടെ പദമല്ല. എന്നാൽ ശിഷ്യന്മാരെന്ന പദം ഹല്ലേലൂയ ദൈവമക്കളെ നമ്മുടെ പദമാണ്. ഹല്ലേലൂയ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുക. ആ അനുഭവത്തിൽ നിൽക്കുന്നവനെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ശിഷ്യന്മാരെന്ന്. എന്ന് പറഞ്ഞാൽ വാസ്തവമായി നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നു എന്ന് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുന്ന എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ഉറച്ചു നിൽക്കുന്നവരെ കുറിച്ചാണ് ശിഷ്യന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിമിത്തത്തിൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ആവശ്യത്തിന് വേണ്ടി കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ ശിഷ്യന്മാരെന്നല്ല വിളിക്കുന്നത്, അവരെ വിശ്വാസികളെന്നാ വിളിക്കുന്നത്, ജനസമൂഹമെന്നാ വിളിക്കുന്നത്. മനസ്സിലാക്കണം ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഒരാവശ്യത്തിന് വേണ്ടി കർത്താവിന്റെ പാദപീഠത്തിൽ വരുന്നവർ മാത്രമാകരുത്. ആവശ്യത്തിന് വേണ്ടി വരരുതെന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല. എന്നാൽ അത് മാത്രമല്ല നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ജനക്കൂട്ടമെല്ലാം യേശുവിന്റെ അടുക്കൽ വരുന്നുണ്ടായിരുന്നു. രോഗികൾ വരുന്നു, ആവശ്യമുള്ളവർ വരുന്നു. കർത്താവ് അവരെ നോക്കി മനസ്സറിയുന്നു, അവരെ സൗഖ്യമാക്കി പറഞ്ഞയക്കുന്നു. എന്നാൽ ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, കൂടെ നടക്കുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, കൂടെ നടക്കുവാൻ തെരഞ്ഞെടുത്തവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, കൂടെ ഇരിക്കണമെന്നും വചനം പഠിക്കണമെന്നും അധികാരം പ്രാപിക്കണമെന്നും താൻ ചെയ്ത ശുശ്രൂഷ അവർ ചെയ്യണമെന്നുമാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവസഭകളോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ആളുടെ ഒരു ശരീരമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഒരു ശരീരം ആവശ്യമാണ്. ആ ശരീരമാണ് ദൈവത്തിന്റെ സഭ. എന്ന് പറഞ്ഞാൽ ദൈവം മക്കൾ ആരാണ്? പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു ശരീരമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ പൈതലേ, ദൈവ മന്ദിരത്തിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, ആലയത്തിൽ കൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ കൂടെ അല്ലെങ്കിൽ മന്ദിരത്തിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ദൈവം വസിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്താണ്, നമ്മുടെ ഹൃദയത്തിലാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. എന്തിന്? അത്ഭുത പ്രവൃത്തിയിലേക്ക് മറ്റുള്ളവർക്ക് വിടുതൽ കൊടുക്കുവാൻ, ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു? നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. എന്ന് പറഞ്ഞാൽ വചനത്തിൽ നിലനിൽക്കുന്നവരാണ്. വചനത്തിൽ നിലനിൽക്കുന്ന ശിഷ്യന്മാരെയാണ്
അതുകൊണ്ടാണ് യേശു കർത്താവ് അടുക്കൽ വിളിച്ച് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം അവർക്ക് കൊടുത്തു. അധികാരം പ്രാപിച്ചവർ ഇറങ്ങി പുറപ്പെട്ടു. കർത്താവ് അവരോടുകൂടെ ഇരുന്നു. അവർ പറഞ്ഞ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചും പോന്നു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ വിശ്വാസ സമൂഹമല്ല, നമ്മൾ ശിഷ്യന്മാരുടെ കൂട്ടമാണ്. അത്ഭുതത്തിനു വേണ്ടി, അപ്പത്തിനു വേണ്ടി, അടയാളത്തിനു വേണ്ടി യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് അത് പ്രാപിച്ചു മടങ്ങിപ്പോകുന്ന വിശ്വാസക്കൂട്ടമല്ല നമ്മൾ. അവന്റെ അടുക്കൽ വന്ന് വചനം കേട്ട് വചനത്തിൽ നിലനിൽക്കുന്ന വീരന്മാരാണ്, ശിഷ്യന്മാരാണ്. അവരിൽ നിന്ന് പ്രാപിച്ച അധികാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന അത്ഭുത പുരുഷന്മാരാണ് ദൈവമക്കൾ. അവരെയാണ് ശിഷ്യന്മാരെന്ന് വിളിച്ചത്. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്നിട്ട് കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പറയുന്നു, അവൻ ആഴക്കുടിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. ശ്രദ്ധിക്കണം ദൈവത്തിന്റെ വൈതലേ, ആഴക്കുഴിച്ച് ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിച്ച് വചനത്തിൽ വേരൂന്നി ദൈവപ്രവർത്തിയിൽ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യൻ. എന്നിട്ട് പറയുന്നു, മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, ആ കാറ്റ് തിര ഈ വീടിനോടടിച്ചു, എന്നാൽ ഉറപ്പുള്ളതായതുകൊണ്ട് വീടില്ല. ദൈവമക്കളെ, ഇവനാണ് ശിഷ്യൻ. ആഴത്തിൽ വേരൂന്നുന്നവനാണ് ശിഷ്യൻ. അവനെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ അത്യധികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നിങ്ങൾ പുസ്തകം പഠിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചാൽ അപ്പോസ്തലന്മാരെ നിങ്ങൾ നോക്കിയത് 2-ാം അധ്യായത്തിൽ അഭിഷേകം പ്രാപിച്ച ആത്മനിറവിൽ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർ അതിന് എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ പീഡ അനുഭവിക്കേണ്ടി വന്നു, പ്രതികൂലങ്ങൾ ഉണ്ടായി. എന്നാൽ ഒറ്റ ഒരിടത്ത് പോലും പിന്മാറിപ്പോയതായിട്ട് കാണുന്നില്ല, തകർന്നു പോയതായിട്ട് കാണുന്നില്ല, നിരാശപ്പെട്ടതായിട്ട് കാണുന്നില്ല, കരയുന്നതായിട്ട് കാണുന്നില്ല. അവിടെയൊക്കെ അവർ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, യേശുവല്ലാതെ വേറൊരു ദൈവമില്ലെന്ന്. കൊട്ടാരത്തിലും കുടിലും അതിലെ പള്ളികളിലും തുരിക്കോടുകളിലും അതിലെ വീടുകളിലും അതിലെ എല്ലായിടത്തും അവരോട് വിളിച്ചു പറയും, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമമാണെന്ന് വിളിച്ചു പറയുന്നു. ഇതിലെ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട പൗലോസ് പറയുന്നു, ഈ ചങ്ങലയും സുവിശേഷം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നോക്കിയ ദൈവത്തിന് ഇതിലെ തലയെടുപ്പോടെ നിൽക്കുവാൻ, വീഴാതെ നിൽക്കുവാൻ, കാറ്റടിച്ചപ്പോൾ പുരപൊങ്ങിയപ്പോൾ വീഴാതെ നിൽക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആഴത്തിൽ വേരൂന്നിയവരാണ്, വചനത്തിൽ അടിസ്ഥാനമിട്ടവരാണ്. അവർ വിശ്വാസികളല്ല, ശിഷ്യന്മാരാണ്. എന്നാൽ വിശ്വാസികളെ നിങ്ങൾ നോക്കിയാട്ട് യേശുവിന് എത്രയോ പ്രാവശ്യം അതിൽ നല്ല പ്രസംഗങ്ങൾ കേട്ടു, വലിയ ജനക്കൂട്ടം വചനം കേൾക്കാൻ ചുറ്റിത്തിരക്കിക്കൊണ്ടിരുന്നു. എത്രയോ അത്ഭുതങ്ങൾ അടയാളങ്ങളായി അനുഭവിച്ചവരാണ് അപ്പം നിന്നവര്, ആളുകളിയ അത്ഭുതങ്ങൾ അനുഭവിച്ചവര്. പക്ഷേ ദൈവത്തിന്റെ വചനം അത് ഉപദേശമായി മാറിയപ്പോൾ കഠിനോപദേശം എന്ന് പറഞ്ഞ് അവരെല്ലാം പിന്തിരിഞ്ഞു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവത്തിന്റെ വഴിയിലെ ആളുകളിയോ ഉപദേശത്തിന് മുമ്പിൽ പിന്തിരിഞ്ഞു പോകുന്നവരല്ല ശിഷ്യന്മാര്. ആളുകളിയ പ്രമാണത്തിന് മുമ്പിൽ ആളുകളിയോ അലഞ്ഞു മാറുന്നവരല്ല ശിഷ്യന്മാർ. പിന്നെയോ ആളുകളിയ നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ആളുകൾ പറയുന്ന അത്ഭുതമല്ല, അതിനേക്കാൾ വലിയ അത്ഭുതം നിത്യജീവനിലേക്കുള്ള നിന്നെ നടത്തുന്ന നിന്റെ വായിൽ നിന്ന് വരുന്ന ആ നിത്യമൊഴികളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനത്തിൽ സന്തോഷിക്കുന്നവരെ കുറിച്ചാണ്, ആ വചനത്തിൽ വരുന്നവരെ കുറിച്ചാണ്, ആ വചനത്തിൽ അടിസ്ഥാനപ്പെടുന്നവരെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ശിഷ്യന്മാർ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവമക്കളെ നമ്മൾ ശിഷ്യന്മാരാകണം. ശിഷ്യന്മാർക്ക് മാത്രമേ അതിനെ രുചിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. രുചിച്ചറിയണം, ദൈവത്തെ രുചിച്ചറിയണം. അങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ദൈവത്തെ രുചിച്ചറിയണം. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞായിരുന്നു. രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെയല്ല. ടാബ്ലറ്റ് കഴിക്കുന്നത് രുചിച്ചല്ല. നാക്കയിൽ വെച്ച് അതിൽ ഒരു ടാബ്ലറ്റ് നമ്മൾ അലിച്ചിറക്കാറില്ല. ടാബ്ലറ്റ് എടുക്കുന്നതോടൊപ്പം നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളവും എടുക്കും. ടാബ്ലറ്റ് ഇടുന്നതിനോടൊപ്പം തന്നെ വെള്ളവും കുടിച്ച് കാരണം എത്രയും പെട്ടെന്ന് അകത്ത് ചെല്ലണം. കാരണം ഇത് രുചിക്കാൻ താല്പര്യമില്ല. ഇതെങ്ങനെയെങ്കിലും അകത്ത് ചെല്ലണം ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൽ ഒരു ചോക്ലേറ്റ് അങ്ങനെയല്ല. ചോക്ലേറ്റ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കത്തില്ല. ചോക്ലേറ്റ് ഇടുമ്പോൾ അതിന്റെ കൂടെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് വിഴുങ്ങത്തില്ല. ആ ചോക്ലേറ്റ് നാവിൽ വെച്ച് എത്ര നേരം അത് നമ്മുടെ നാവിനെ രുചിപ്പിക്കുമോ അത്രയും നേരം അലിപ്പിച്ച് അതിന്റെ രുചി മൊത്തം അറിഞ്ഞിറക്കുന്നത് പോലെയാണ് തിരുവചനവും ദൈവ സാന്നിധ്യവും ദൈവ ശബ്ദവും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ദൈവിക വിഷയമായതുകൊണ്ട് അതിനെയെല്ലാം നാം രുചിച്ചറിയണമെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് പകൽ നമ്മളൊന്ന് ശോധന ചെയ്താട്ട്
നോക്കട്ടെ, നമ്മൾ എങ്ങനെയുള്ളവരാണ്? നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് തീർക്കുവാൻ, ആരാധനകൾ പെട്ടെന്ന് തീർക്കുവാൻ, അല്ലെങ്കിൽ ദൈവജനം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുവാൻ പെട്ടെന്ന് ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ കഴിച്ച് വെള്ളമൊഴിച്ചു പോയി കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന് എന്റെ വിഷയങ്ങൾക്ക് പെട്ടെന്നൊരു പരിഹാരം പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് പോകുവാൻ ടാബ്ലറ്റ് കഴിക്കുന്നത് പോലൊരു അനുഭവമാണെങ്കിൽ ദൈവജനെ അത് രുചിച്ചറിയുന്ന അനുഭവമല്ല. എന്നാൽ ഒരു മുട്ടായി ഞുണഞ്ഞ് ഇറക്കുന്നത് പോലെ, ഒരു ചോക്ലേറ്റ് അലിച്ചിറക്കുന്നത് പോലെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് ഇരുന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് ദൈവവുമായി ബന്ധപ്പെട്ട് അവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവന്റെ ശബ്ദത്താലുള്ള ശക്തി പ്രാപിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ പകർന്നെടുത്ത് അവന്റെ ശക്തി പിടിച്ചെടുത്ത് ബാധയൊടിഞ്ഞവരായി വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന ആ രുചിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് പുസ്തകം പറയുന്നത്, ഭാഗ്യമായ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് പകൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം, നമ്മൾ ഏതനുഭവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അന്ത്യോക്യ സഭ ശിഷ്യന്മാരുടെ കൂട്ടമായിരുന്നു. ആ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് മറ്റുള്ളവർ വിളിച്ചത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവർ, ചെറു ക്രിസ്തുക്കൾ എന്ന് മറ്റുള്ളവർ അവരെ നോക്കി വിളിച്ചു. ആ സഭയെ കുറിച്ചാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സഭയുടെ പ്രത്യേകതകൾ എന്താണ്? ആ സഭയുടെ പ്രത്യേകതകൾ, ഒന്ന്, വചനം പഠിക്കുന്ന സഭയായിരുന്നു. 24-25 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ബർന്നബാസ് സൗലിനെ വിളിച്ചുകൊണ്ടുവന്ന് 1 വർഷത്തോളം ദൈവവചനം പഠിപ്പിച്ചു എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവസഭയുടെ ലക്ഷണം യെരൂശലേം സഭ മാത്രമല്ല, വചനം പഠിപ്പിച്ച സഭ. അന്ത്യോക്യ സഭയും വചനം പഠിക്കുവാൻ താല്പര്യപ്പെട്ട സഭയാണ്. ദൈവത്തിലെ നമ്മുടെ സഭകൾ ദൈവശക്തിയിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ അത് ദൈവവചനം നന്നായി പഠിക്കണം. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി അല്ലെങ്കിൽ ദൈവപ്രവർത്തികൾക്ക് അല്ലെങ്കിൽ നമ്മൾ കാരണക്കാരായി മാറണമെങ്കിൽ നമ്മൾ ദൈവവചനം പഠിച്ചിരിക്കണം. സുവിശേഷം കേട്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി അതിൽ ദൈവവചനം പഠിച്ച് യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ അന്ത്യകൽപ്പനയിൽ നിങ്ങൾ ഭൂലോകമെമ്പാടും പോയി സകലരോടും ആ ദൈവവചനം പറഞ്ഞ് അവരെ വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ചും കൊണ്ട് അവരെ ശിഷ്യന്മാരാക്കണമെന്ന് കർത്താവിന്റെ വചനം അന്ത്യകൽപ്പനയായി വെളിപ്പെട്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിൽ ഒന്ന്, അവർ അന്ത്യോക്യ സഭയുടെ പ്രത്യേകത അത് വചനം പഠിച്ച സഭയാണ്. വചനം പഠിക്കുവാൻ താല്പര്യപ്പെട്ട സഭയാണ്. 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിനകത്ത് പരിപാലനം, മറ്റുള്ളവരെ സഹായിക്കുന്ന ധനശേഖരണം നടത്തി ക്ഷാമമുള്ള സഭകളെ, ആ സഭകളെ സഹായിക്കുന്ന സഭ. ദൈവം ഇതിലെ ആണ്ടുതോറും കമ്മിറ്റികൾ കൂടി അതിന്റെ അവസാനം ഇത്ര രൂപ ഇത്ര ഡോളർ ഞങ്ങൾക്ക് അതിൽ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കൈയടിക്കുന്ന സഭയല്ല. ദൈവപ്രവർത്തിക്കായി കരം നീട്ടുന്ന സഭയാണ് യഥാർത്ഥ ദൈവസഭ എന്ന് പറയുന്നത്. അതിനടുത്ത ഭാഗം പറയുന്നു, അത് വളരുന്ന സഭയായിരുന്നു. വലിയ കൂട്ടം വിശ്വസിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് കടന്നു വന്നു. അതൊരു പ്രോഗ്രസീവ് ചർച്ചാണ്, ഗ്രോത്തുള്ള ചർച്ചാണ്, വളരുന്ന സഭയാണ്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മിശ്രവിമാരെ പ്രാർത്ഥിച്ച് അയക്കുന്ന സഭ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കുവീൻ എന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോട് പറഞ്ഞു, ദൈവസഭയോട് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പോൾ മിശ്രവിമാരെ അയക്കുന്ന സഭ, ദൈവദാസന്മാരെ, നിയോഗമുള്ളവരെ ആത്മാവിന്റെ പ്രേരണയാൽ പ്രാർത്ഥിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് ദൈവനാമത്തെ ഉയർത്തുവാൻ, യേശുവിനെ അറിയിക്കുവാൻ അയക്കുന്ന സഭ, മിശ്രവിമാരെ അയക്കുന്ന സഭയായിരുന്നു അന്ത്യോക്യ സഭ. പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉള്ള സഭയായിരുന്നു അന്ത്യോക്യ സഭ. ദൈവത്തിന്റെ വചനപ്രകാരം എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നത് പോലെ 4-ാം അധ്യായം അതിന് 11-ാം വാക്യത്തിൽ പറയുന്ന പോലെ സഭയിൽ ആരൊക്കെയുണ്ട്? അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സഭയിൽ ഈ പോസ്റ്റുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ദൈവസഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ആത്മാവിന്റെ പ്രവർത്തികൾക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഈ പറയുന്ന പൊസിഷൻസ് എല്ലാം. അപ്പോസ്തലന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടകന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇതെല്ലാം സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയാണ്. ദൈവമക്കളെ, നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകളുണ്ടോ? ഇതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടോ? നമ്മുടെ സഭകളിൽ ഇന്നുള്ളത് ഇടയന്റെ പോസ്റ്റുണ്ട്, പാസ്റ്ററുടെ പോസ്റ്റുണ്ട്. രണ്ടാമത് പിന്നെയുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് കമ്മിറ്റിയാണ്. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ.
ദൈവമക്കളെ, ആത്മീയ പോസ്റ്റുകൾ എത്രയുണ്ട്. ഈ കമ്മിറ്റി ട്രഷറർ അത് ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള അത് സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കേണ്ട പോസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്, പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകന്മാരുണ്ടായിരിക്കണം, അപ്പോസ്തലന്മാരുണ്ടായിരിക്കണം, സുവിശേഷകന്മാരുണ്ടായിരിക്കണം, ഉപദേശകന്മാരുണ്ടായിരിക്കണം, ഇടയന്മാരുണ്ടായിരിക്കണം. ദൈവത്തിലെ ആത്മീയ സഭയുടെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുള്ള സഭയുടെ ലക്ഷണമാണ് ഈ പറയുന്നത്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന സഭയുടെ ലക്ഷണമാണ് ഈ പറയുന്നത്. അത് പഠിക്കുന്ന സഭയാണ്, പഠിപ്പിക്കുന്ന സഭയാണ്, ആരാധിക്കുന്ന സഭയാണ്, പ്രസംഗിക്കുന്ന സഭയാണ്, പരിപാലനമുള്ള സഭയാണ്, വളരുന്ന സഭയാണ്. ദൈവദാസിദാസന്മാരെ പ്രാർത്ഥിച്ച് നിയോഗിക്കേണ്ടത് നിയോഗിക്കുന്ന സഭയാണ്. ഇനി ആ 13-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഉപവസിക്കുന്ന സഭയെന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 13:2, അവർ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ സഭയിൽ എന്തുണ്ട്? ആരാധനയുണ്ട്, ഉപവാസമുണ്ട്. മക്കളെ മനസ്സിലാക്ക്, പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവശം പ്രാർത്ഥനയുണ്ട്. ഇത് തന്നെയായിരുന്നു ദൈവമക്കളെ യെരുശലേം സഭയുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് യെരുശലേം സഭ ദേശത്തെ പിടിച്ചു കുലുക്കിയ സഭയായി മാറിയത്? ആ സഭ ഇസ് എ പ്രേയിങ് ആൻഡ് പ്രേസിംഗ് ചർച്ച്, ഇസ് എ ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ചർച്ച്, ഇസ് എ പവർഫുൾ ചർച്ച്, ഇസ് എ പ്രോഗ്രസീവ് ചർച്ച്, അതൊരു വിശുദ്ധ സഭയായിരുന്നു. അത് ഉപദ്രവം അനുഭവ ചർച്ചായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്ന സഭ അതേ അനുഭവമാണ്. നോക്കിയപ്പോ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അന്ത്യോക്യ സഭയിലുമുള്ളത്. നമ്മുടെ സഭയെ കുറിച്ച് നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. വിവിധ സ്ഥിതികളിൽ തന്നെ കേൾക്കുന്ന ഈ മക്കളുണ്ട്, വിവിധ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഈ മക്കളുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ആവശ്യം കൊള്ളുന്നത്? നമ്മൾ ആവശ്യം കൊള്ളുന്നത് കമ്മിറ്റികളിൽ അംഗമാകുവാൻ. എന്നാൽ ദൈവത്തിലെ ദൈവമക്കൾ ആവേശം കൊള്ളേണ്ടത്, പ്രാർത്ഥനയെ ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനാണ്. ശിഷ്യന്മാരായിരിക്കുന്നവർക്ക് ആർക്കും ഒഴിയുവാൻ കഴിയാത്ത ഒരു ശുശ്രൂഷകൾ ദൈവസഭയ്ക്കകത്തുണ്ട്. ഒരു വ്യക്തിയെ പോലും ഒഴിവാക്കിയിട്ടില്ല. പ്രവാചകന്മാരായും ചിലരെ, ഒരാളെയല്ല, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഉപദേശകന്മാരായും, ഒരാൾ മാത്രമല്ല, ഓരോരുത്തർക്കും ദൈവത്തിലെ ഇത് പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി ദൈവമക്കൾ കൊതിക്കണമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചാൽ ആ 13-ാം അധ്യായത്തിന്റെ വാക്യം 1-ാം വാക്യം മുതൽ വായിച്ചാൽ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള സീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും. അപ്പോൾ എത്ര പേരാണ് പ്രവാചകന്മാർ? ആ പ്രവാചകന്മാരുടെ പേര്, ഒരു സഭയിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞത്. ബർന്നബാസ്, നീഗർ, സീമോൻ, ലുക്യോസ്, മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ വെളിയിൽ പോയി ശുശ്രൂഷിച്ചെന്നല്ല, മറ്റു സഭകളിൽ കടന്നുപോയി ഇരിക്കുന്നല്ല. ആ സഭയിൽ കണ്ടോ, അവരായിരിക്കുന്ന ആ സഭയിൽ അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചിരിക്കുമ്പോൾ, അപ്പോൾ എത്ര കൃപാവരമുള്ളവനും ദൈവസഭയിൽ എന്ത് ചെയ്യണം? ആരാധിക്കുന്നവനായിരിക്കണം, ദൈവാത്മാവിൽ ഉപവസിക്കുന്നവനായിരിക്കണമെന്ന് ആ ഭാഗം മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കണ്ടോ, പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ഉള്ളിടത്ത് ദൈവാത്മാവ് സംസാരിക്കും. ദൈവം ഇതിനെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു പ്രസംഗം കൊണ്ട് അവസാനിക്കുകയല്ല, ആത്മാവിന്റെ ശബ്ദമാണ് അവിടെ വെളിപ്പെടുന്നത്. പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ദൈവവചന പഠനവുമൊക്കെയുള്ള ദൈവസഭയിൽ നിയന്ത്രണം പറയുന്ന കൃപാവരപ്രാപ്തന്മാർക്കല്ല, വ്യക്തികൾക്കല്ല ഇവിടെ നിയന്ത്രണം. അവരെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവം ഇതിലെ എഴുത്തുകാരെ തെറ്റിയിട്ടില്ല, ആത്മാവിൽ എഴുതിയതാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. കണ്ടോ, ആത്മാവ് കൈയടിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരു ശക്തി ലഭിച്ച്, ഒരു ശക്തി കിട്ടി അവസാനിപ്പിക്കുന്ന സഭയല്ല. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പരിശുദ്ധാത്മാവ് കൂടി വരുമ്പോൾ മാത്രം വരുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന ദൈവമാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഓരോ വിഷയത്തിലും ഇടപെടും, ഓരോ വിഷയത്തെയും നിയന്ത്രിക്കും.
ഇവിടെ കണ്ടോ, വ്യക്തികളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, ദൈവാത്മാവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭ. പൗലോസും ബർന്നബാസും പറഞ്ഞില്ല ഞങ്ങളെ വേലയ്ക്കായിട്ട് ഞങ്ങൾ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിച്ചയക്കാൻ പറഞ്ഞില്ല. എന്നാൽ ആ പൗലോസിനെയും ബർന്നബാസിനെയും ആത്മാവ് പറയുകയാണ് അവരെ പ്രാർത്ഥിച്ചു നിയോഗിച്ചയക്കണമെന്ന്. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സഭ. അങ്ങനെ ആ ആത്മാവിനെ അനുസരിക്കുന്നത് കണ്ടോ എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞപ്പോൾ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, പെട്ടെന്ന് പ്രാർത്ഥിച്ച് അയക്കല്ല, വീണ്ടും ഉപവസിച്ചു എന്ന് അവിടെ കൊടുത്തിരിക്കും. വീണ്ടും അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയക്കുന്നു. കണ്ട ദൈവത്തിന്റെ പേരിൽ ഒന്നാം മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്യുന്ന രണ്ടുപേരാണ് പൗലോസും ബർന്നബാസും. അപ്പോസ്തോലിക ശുശ്രൂഷ, സഭയിൽ അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തലന്മാരുടെ സ്വഭാവം എന്താ? കടന്നുപോയി, മറ്റു ദേശങ്ങളിൽ കടന്നുപോയി, യേശുവിനെ അറിയാത്ത ഇടങ്ങളിൽ കടന്നുപോയി, യേശുവിനെ അറിയിച്ച് അവിടെ ഒരു സഭയുണ്ടാക്കുക എന്നുള്ളതാണ്. ആ സഭ സൃഷ്ടിച്ച ശേഷം അടുത്ത സ്ഥലത്ത് പോയി യേശുവിനെ അറിയിക്കുക. ഒരിടത്ത് താമസിക്കാതെ, ഒരിടത്ത് തന്നെ അവസാനിപ്പിക്കാതെ കടന്നു പോകുന്നിടത്തെല്ലാം ദൈവവചനം പറയുന്ന സ്വഭാവമുള്ളവരെയാണ് അപ്പോസ്തലന്മാർ. ദൈവസഭകളുടെ ആരംഭക്കാരെയാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. ഇവരെ നോക്കിയാട്ടെ, ആത്മാവ് അവരെ അതിനുവേണ്ടി ക്രമീകരിച്ചു, പ്രാർത്ഥിച്ച ദൈവസഭ അവരെ തെരഞ്ഞെടുത്തയക്കുമ്പോൾ ഒന്നാം മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. 7:47 മുതൽ 49 വരെ അതിൽ നടക്കുന്ന 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒന്നാം മിഷണറി യാത്രയുടെ ആരംഭം ഇവിടെ കുറിക്കുകയാണ്. 4-ാം വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. ഇവിടെ നോക്കിയിട്ട് അവരെവിടെ ചെന്നു? സെലൂക്കിയയിലേക്ക് ചെന്നു. സെലൂക്കിയ എന്ന് പറയുന്നത് അന്ത്യോക്യയിലെ ഒരു തുറമുഖമാണ്. സിറിയയിലുള്ള അന്ത്യോക്യയിലെ ഒരു തുറമുഖ പട്ടണത്തെ കുറിച്ചാണ് സെലൂക്കിയ എന്ന് പറയുന്നത്. യാത്ര പുറപ്പെടുന്ന സ്ഥലമാണത്. അത് കപ്പൽ യാത്രയാണെന്ന് ആ തുറമുഖത്തിൽ നിന്നും അവിടെ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. എന്നിട്ട് അവരെവിടെ സെലൂക്കിയയിൽ ചെന്ന് അവിടുന്ന് കപ്പൽ കയറി അവർ കുപ്രോസ് ദ്വീപിലേക്ക് പോയി. കുപ്രോസ് ദ്വീപിനെ കുറിച്ച് നമുക്കറിയാം. കുപ്രോസ് ദ്വീപിനെ കുറിച്ച് ആളുകൾ നമുക്കറിയാം. ഇവിടെ യാത്ര ചെയ്യുന്നത് ആരൊക്കെയാണ്? പൗലോസും ബർന്നബാസും, പിന്നീട് ഒരു യോഹന്നാനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ യോഹന്നാനെ കുറിച്ച് നമ്മൾ 12-ാം അധ്യായത്തിനകത്ത് വായിച്ചിട്ടുണ്ട്. 12-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മളിവിടെ കണ്ടു, യെരൂശലേമിൽ നിന്ന് പൗലോസും ബർന്നബാസും പോരുമ്പോൾ ആ ബർന്നബാസിന്റെ സഹോദരപുത്രനായ ആളറിയ ഈ യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആരാണ് ഈ യോഹന്നാൻ? ആ 12-ാം അധ്യായത്തിൽ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഏത് ഭവനമാണോ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തത്, ആ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്ത ഭവനത്തിലെ ഒരു മകനാണ് യോഹന്നാനെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ആ യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് ഈ 3 പേരടങ്ങിയതാണ് അല്ലെങ്കിൽ ഈ മിഷൻ ട്രിപ്പ്, ഈ മിഷൻ ഫീൽഡ് അവർ പോകുന്ന പോക്ക്. മിഷൻ ടീം ആരൊക്കെയാണ്? ബർന്നബാസ്, ശൗല്, യോഹന്നാന്. ഇതിന്റെ മിഷന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചാൽ ബർന്നബാസാണ്. മിഷൻ ഫീൽഡ്, ആദ്യത്തെ മിഷൻ ഫീൽഡ് സലാമിസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സലാമിസിലേക്കുള്ള യാത്രയാണ് ഇവർ ചെയ്യുന്നത്. അതിന് സെലൂക്കിയ എന്ന് പറയുന്ന തുറമുഖ പട്ടണം, സിറിയയിലുള്ള അന്ത്യോക്യയിലുള്ള സെലൂക്കിയ എന്ന് പറയുന്ന തുറമുഖ സ്ഥലത്ത് വന്ന് കപ്പൽ കയറി അവർ കുപ്രോസ് ദ്വീപിലേക്ക് പോയി. ബർന്നബാസ് ആരാണെന്ന് ചോദിച്ചാൽ കുപ്രോസ് ദ്വീപുകാരനാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന് 36-ാം വാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബർന്നബാസ് കുപ്രോസ് ദ്വീപുകാരനാണ്. അപ്പോൾ അവന്റെ സ്വന്തം സ്ഥലത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിനകത്ത് പ്രബോധനപുത്രൻ അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ ജോസഫ് എന്ന ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാലത്ത് വെച്ചു. ആ ബർന്നബാസിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ കുപ്രോസ് ദ്വീപുകാരനാണ്. ആ സ്ഥലത്തൂടെയാണ് പോകുന്നത്. ആ സ്ഥലത്തൂടെ പോയി അവരെവിടെ ചെന്നു എന്നാണ് പറയുന്നത്. അതിന്റെ 6-ാം വാക്യത്തിനകത്ത് 5-ാം വാക്യത്തിനകത്ത് കുപ്രോസ് ദ്വീപിലേക്ക് പോയി സലമിസിൽ ചെന്നു. സലമീസ് ആദ്യത്തെ മിഷൻ ഫീൽഡ് സലമീസ് ആണ്. അവിടെ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കണം ദൈവത്തിന്റെ വൈദ്യരെ. അപ്പോൾ അവരുടെ ആദ്യത്തെ മിഷൻ യാത്ര ആരംഭിക്കും. വളരെ ശ്രദ്ധയോട് പഠിക്കേണ്ട വിഷയമാണ്. ആദ്യത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ ആരൊക്കെയുണ്ട് ഈ മിഷൻ ട്രിപ്പിനകത്ത്? ഇതിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് ബർന്നബാസ്, 2-ാമത് ശൗൽ, 3-ാമത് യോഹന്നാൻ. ഈ യോഹന്നാൻ എന്ന് പറഞ്ഞത് യേശുവിന്റെ ശിഷ്യനല്ല. നമുക്ക് മനസ്സിലായത് 12-ാം അധ്യായത്തിനകത്ത് നമ്മൾ കണ്ട പ്രാർത്ഥിക്കുവാൻ ആളുടെ കൂടി വന്ന ആ ഭവനത്തിന്റെ ഉടമസ്ഥനാണ് ഈ യോഹന്നാൻ. ആ യോഹന്നാനും ഇവരുടെ കൂടെ യെരൂശലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്നു. ഇപ്പോൾ ആദ്യത്തെ മിഷണറി യാത്രയിൽ അവരെ സഹായിക്കുവാൻ ഇതാ യോഹന്നാനുമുണ്ട്. അതവിടെ കൊടുത്തിട്ടുണ്ട്. 5-ാം വാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്.
സലമിസിൽ ചെന്ന യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് സഹായിയായി ഉണ്ടായിരുന്നു. കണ്ടോ, ഈ യോഹന്നാനെ കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, എഴുത്തിന്റെ പേരിലെ മിഷൻ ഫീൽഡ് സലമീസാണ്. എന്താണ് അവിടെ സ്ട്രാറ്റജി? എന്താണ് ആദ്യത്തെ സ്ട്രാറ്റജി? യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് ദൈവവചനം അറിയിക്കുക. ഈ മിഷൻ യാത്രയിൽ നമ്മൾ നോക്കിയാൽ പല പല മിഷൻ ഫീൽഡ് നമുക്ക് കാണുവാൻ കഴിയും. ആ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ പൗലോസ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി അവിടെയുള്ള പള്ളിയിൽ ചെല്ലുക. പള്ളി എന്ന് പറയുന്നത് സിനഗോഗാണ്. അതിൽ 40 പരം ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് അതിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന 10 കുടുംബങ്ങൾ അടങ്ങി ഓരോ കൂട്ടത്തിന് പറയുന്ന പേരാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അതിനെ പള്ളി എന്നാണ് മറ്റു ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓരോ സ്ഥലത്ത് മിഷൻ യാത്രയിൽ ചെല്ലുമ്പോഴും ആദ്യം ഈ ടീം ചെയ്യുന്ന പരിപാടി അതിൽ അവർ നേരെ പള്ളിയിൽ ചെല്ലും. സിനഗോഗിൽ ചെന്ന ദൈവവചനം അറിയിക്കും. ഈ സിനഗോഗിൽ ചെന്ന ദൈവവചനം അറിയിക്കുവാനുള്ള കാരണം, പൗലോസ് എല്ലാ യാത്രകളിലും ഈ ഒരു സ്വഭാവം കാണുവാൻ കഴിയും. ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് മിഷൻ ഫീൽഡിൽ ചെന്നാലും അവരാദ്യം ചെയ്യുന്നത് അവിടെയുള്ള പള്ളികളിൽ ചെന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്, ദൈവവചനം പറയുക എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട 3 കാരണമുണ്ട്. യഹൂദന്മാർ സുവിശേഷം കേൾക്കണമെന്ന് അതിൽ പൗലോസ് ആഗ്രഹിക്കുന്നു. ആദ്യം യഹൂദന്മാർ താൻ ഉൾപ്പെട്ടു നിന്ന സമൂഹം ദൈവവചനം കേൾക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിനഗോഗിൽ ചെല്ലുന്നത്. കാരണം സിനഗോഗിൽ 3 ഗ്രൂപ്പുണ്ട്. പാരമ്പര്യമായി യഹൂദനായി ജനിച്ച ആളുകളുണ്ട് ഈ സിനഗോഗുകളിൽ. ജനനത്തിങ്കൽ തന്നെ യഹൂദനായി ജനിച്ച, തന്നെ പോലെ യഹൂദനായി ജനിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ ജാതികളിൽ നിന്ന് അവരുടെ ആരാധനയെ വെറുത്ത് അവരുടെ ദേവന്മാരെ വിട്ട് ഈ യഹൂദന്റെ ദൈവമായ സത്യദൈവത്തെ അതിൽ കൽപ്പനകളും ചട്ടങ്ങളിലൂടെയും അനുസരിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയിൽ കടന്നു വന്ന ഗ്രൂപ്പ് ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായി പരിച്ഛേദനയേറ്റ് കടന്നു വന്നവരുണ്ട്. അപ്പോൾ ഒന്ന്, പാരമ്പര്യമായ യഹൂദന്മാര് ഈ സഭയിലുണ്ട്, ഈ പള്ളിയിലുണ്ട്. രണ്ടാമത്, ജാതീയ ആചാരം വിട്ട് ഈ സത്യദൈവത്തെ സ്വീകരിച്ച് പരിച്ഛേദനയേറ്റ് യഹൂദന്മാരായി മാറിയവരുണ്ട്. മൂന്നാമത്, ഭക്തിയുള്ള പുരുഷാരൻ, ദൈവഭക്തരുണ്ട്. എന്ന് പറഞ്ഞാൽ ജാതീയ ആചാരം വിട്ടു എന്നാൽ പരിച്ഛേദന ഏൽക്കാതെ ദൈവസഭയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നവർ, ദൈവവചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ കടന്നു വന്നവർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ജാതിയിൽ നിന്ന് വിടുവിക്കപ്പെടാത്തവർ, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കർത്താവിന്റെ കൽപ്പന യഹൂദനായി തീരാത്തവര്. അങ്ങനെയുള്ള 3 ഗ്രൂപ്പുമുണ്ട്. അതുകൊണ്ടാണ് എവിടെ ചെന്നാലും സിനഗോഗിൽ വരുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, സിനഗോഗിനകത്ത് 3 രീതിയിലുള്ള ആളുകളുണ്ട്. ഒന്ന്, പാരമ്പര്യമായി യഹൂദനായി ജനിച്ചവര്. രണ്ടാമത്, ജാതീയ ആചാരം വിട്ട് യഹൂദനായി മാറിയവര്, എന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏറ്റവും യഹൂദനായി മാറിയവര്. മൂന്നാമത്തേത്, ജാതീയ ആചാരം വിട്ടു സത്യദൈവത്തെ അറിഞ്ഞു, പക്ഷെ ഇതുവരെയും യഹൂദന്മാരുടെ പരിച്ഛേദന ഏൽക്കാതെ ആ ദൈവത്തിൽ കടന്നു വരുന്നവർ, ആലയത്തിൽ കടന്നു വന്ന് നിൽക്കുന്നവർ. അങ്ങനെ 3 ഗ്രൂപ്പിലുള്ള ആളുകളുമുണ്ട്. ഇവരോട് ദൈവവചനം അറിയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വഴിയിലെ പൗലോസിന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അവൻ എവിടെ ചെന്നാലും ഏത് മിഷൻ ഫീൽഡിൽ ചെന്നാലും ആദ്യം ചെയ്യുന്നത്, ഇപ്പൊ സലമിസിൽ ചെന്നിട്ട് ആദ്യം ചെയ്യുന്നത് അവൻ പള്ളിയിൽ ചെന്ന് ദൈവവചനം അറിയിച്ചു. ദൈവത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത് അയക്കുന്നവന്റെ ലക്ഷണമാണ് ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളവന്റെ ലക്ഷണമാണ് ദൈവവചനം പ്രസംഗിക്കുക. അത് എവിടെയാണെങ്കിലും കൊട്ടാരത്തിൽ പോയാലും ദൈവവചനം പ്രസംഗിക്കുന്നത്, അത് പള്ളിയിൽ ചെന്നാലും ദൈവവചനം പ്രസംഗിക്കുന്നത്, തെരുവിൽ നിന്നാലും ദൈവവചനം പ്രസംഗിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്താണ് പൗലോസിനെയും ബർന്നബാസിനെ അയച്ചത്. അവർ എവിടെ ചെന്നാലും ദൈവവചനം പ്രസംഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പുഴവക്കത്ത് അവർ ദൈവവചനം പ്രസംഗിച്ചു എന്ന് പറയുന്നു. കൊട്ടാരത്തിൽ തടവിലാക്കപ്പെട്ടപ്പോൾ അവർ ദൈവവചനം പ്രസംഗിച്ചു എന്ന് പറയുന്നു. അവരെ പിടിച്ചുകൊണ്ടുപോയവരുടെ നടുവിൽ അവർ ദൈവവചനം പ്രസംഗിച്ചു എന്ന് പറയുന്നു. ഇവിടെ സിനഗോഗുകളിൽ, പള്ളികളിൽ അവർ ദൈവവചനം പ്രസംഗിച്ചു എന്ന് പറയുന്നു. ദൈവമക്കളെ, നമ്മൾ ദൈവദാസന്മാരെ തിരിച്ചറിയേണ്ടത് അവരിലൂടെ വെളിപ്പെടുന്നത് എന്താണെന്നുള്ള തിരിച്ചറിയണം. ഇന്ന് നിർമ്മിത കഥകൾ പറയുന്നവരാണ് ഒത്തിരി പേര്, സ്വയം പുകഴ്ത്തുന്നവരാണ് ഒത്തിരി പേര്. എന്നാൽ യഥാർത്ഥമായി ദൈവം തെരഞ്ഞെടുത്ത ആത്മാവിന്റെ നിയന്ത്രണമുള്ളവർ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അവർ ദൈവത്തിന്റെ വചനം അറിയിച്ചുവെന്ന് കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത് അയക്കുന്നവർ ദൈവവചനം പ്രസംഗിക്കും. ഇവിടെയും ദൈവവചനം പ്രസംഗിച്ചു. അങ്ങനെ 1-ാം മിഷൻ ഫീൽഡ്, നിങ്ങൾ പഠിക്കേണ്ട വിഷയം 1-ാം മിഷൻ ഫീൽഡ്, 1-ാം മിഷൻ യാത്രയിൽ ആദ്യത്തെ മിഷൻ ഫീൽഡ് ഏതാണെന്ന് ചോദിച്ചാൽ സലമീസ്. മിഷൻ ട്രിപ്പിലെ ആദ്യത്തെ മിഷൻ ഫീൽഡ് സലമീസ് ആണ്. എവിടെ നിന്നാണ് അവർ കയറിയത്? സെലൂക്കിയ എന്ന് പറയുന്ന തുറമുഖ, സിറിയയിലുള്ള അന്ത്യോക്യയിലുള്ള തുറമുഖ പട്ടണമായ ആ സെലൂക്കിയിൽ അവർ കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അവിടെ നിന്ന് അവർ എവിടെ വന്നു? സെലമീസിൽ വന്നു.
സെലമീസിൽ നിന്ന് അവർ അടുത്ത സ്ഥലത്തേക്ക് അവിടെ ദൈവവചനം പറഞ്ഞു, പള്ളികളിൽ പോയി ദൈവവചനം പറഞ്ഞു. അതിനുശേഷം അവർ ദ്വീപിൽ കൂടി പാമ്പോസ് വരെ എത്തി. അപ്പൊ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പാമ്പോസ് ആണ്. അടുത്ത മിഷൻ ഫീൽഡ്, സെക്കൻഡ് മിഷൻ ഫീൽഡ് പാമ്പോസ്. അവിടെ ചെന്നപ്പോൾ ഒരു സംഭവം നടക്കുകയാണ്. ആ സംഭവത്തെ കുറിച്ചാണ് ഇന്ന് എനിക്ക് മുൻപ് സംസാരിച്ച കർത്താവിന്റെ ദാസൻ വർഗീസ് പാസ്റ്റർ ആ വിഷയം മെൻഷൻ ചെയ്തു. പാമ്പോസിൽ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള കള്ളപ്രവാചകനും മാന്ത്രികനുമായ ഒരു യഹൂദനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെയായിരുന്നു. കണ്ടോ മിത്രമേ, അവിടെ ഒരു വ്യക്തിയെ ആ വ്യക്തിയുമായിട്ട് അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയുമായിട്ടൊരു പോരാട്ടം നടക്കാൻ പോവുക. ഇവിടെ ആ ദേശത്തിന്റെ അധിപതിയെ കുറിച്ച് പറയുന്നു. ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് സെർഗ്യോസ് പൗലോസ് എന്നാണ്. ദേശാധിപതിയാണ്. പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഈ ഭരണകർത്താക്കന്മാരുടെ കൂടെ എപ്പോഴും മാന്ത്രിക പരിപാടികൾ അറിയാവുന്ന മന്ത്രവാദികളും അങ്ങനെയുള്ള ചില ആളുകൾ എപ്പോഴും കൂടെ അവരുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിട്ട് നമ്മൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ചില കൊട്ടാരങ്ങൾ, ഏത് കൊട്ടാരങ്ങൾ നോക്കിയാലും അവിടെ മന്ത്രവാദികൾ ഉണ്ടായിരുന്നു. രാജാവിന്റെ കീഴിൽ എപ്പോഴും ഒരു വിങ്, മന്ത്രവാദികളുടെ ഒരു വിങ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ദേശത്തിന്റെ അധിപതികൾ, ഭരണകർത്താക്കന്മാരുടെ കൂടെ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഇവിടെയും അത് ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസിനോട് ബന്ധപ്പെട്ട് അവന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ബർയേശു, അവനെ കുറിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത് ബർയേശു എന്ന് പേരുള്ള വേറൊരു പേര് അവനെ കുറിച്ച് പറയുന്നത് എലിമാസ് എന്നാണ്. ബർയേശു എന്ന പേര്, എലിമാസ് എന്ന പേരുള്ള ഒരു മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികളാൽ പ്രവർത്തിക്കുന്നവൻ. ഇന്ന് പകൽ എനിക്ക് മുൻപ് സംസാരിച്ച കർത്താവിന്റെ പറഞ്ഞതാണ്, മാന്ത്രിക പരിപാടി, സർക്കസ് പോലുള്ള പരിപാടി, ഇങ്ങനെയുള്ളതിന്റെ പിൻപിലൊക്കെ വ്യാപരിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. ഇന്ന് പല ദൈവദാസന്മാരെന്ന് പറയുന്നവരെ പോലും ഇങ്ങനെയുള്ള ശക്തികളുടെ പ്രേരണയാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അനവധി പേരുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പൈശാചിക ശക്തികളാൽ അത്ഭുതം പ്രവർത്തിച്ച് ദൈവജനത്തിന്റെ ഇടയിൽ പോലും വല്ലാത്ത ഒരു അനുഭവത്തിൽ കൊണ്ടുവരുന്ന അനേകരുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോയാൽ, ചിന്തിക്കാൻ പോലും വലിയ പ്രയാസമുള്ള വിഷയമാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, അവനെ കുറിച്ചാണ് പറയുന്നത്. പാമ്പോസ് എന്ന് പറഞ്ഞ സെക്കൻഡ് അതിന്റെ മിഷൻ ഫീൽഡിൽ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള കള്ളപ്രവാചകൻ. അപ്പോൾ ആ ആളും പ്രവചിക്കുന്ന പുള്ളിയ, പക്ഷെ ദൈവാത്മാവിൽ നിന്നല്ല പ്രവചിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചത്. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, പക്ഷെ പ്രവചനത്തെ നിങ്ങൾ വിവരിക്കണം. ഈ ദൂത് എവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രവചനം കറക്റ്റായിരിക്കാം, അതുകൊണ്ട് പ്രവാചകൻ കറക്റ്റ് ആകണമെന്നില്ല, ദൈവാത്മാവിലാകണമെന്നില്ല. മനുഷ്യാത്മാവിൽ സംസാരിക്കാം, പൈശാചിക ശക്തികളുടെ പ്രേരണയാൽ സംസാരിക്കാം, അതേ അവസരത്തിൽ ദൈവാത്മാവിനാൽ സംസാരിക്കാം. എന്നാൽ ഇവിടെ ഒരു കള്ളപ്രവാചകൻ പറയുന്നു. കള്ളപ്രവാചകനെ കുറിച്ച് പറഞ്ഞു ബർയേശു. അവൻ കള്ളപ്രവാചകൻ മാത്രമല്ല, മാന്ത്രികനും ആയ മനുഷ്യൻ. ഒറ്റ നോട്ടത്തിൽ ഇവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് പിശാചാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. അവിടെ കൊടുത്തിരിക്കുന്നത് പാമ്പോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന പേരുള്ള കള്ളപ്രവാചകനും മാന്ത്രികനുമായ ഒരു യഹൂദനെ കണ്ടു. ആളാരാ? യഹൂദനാ. അടുത്ത വാക്ക്, അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അടുത്തത്, അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. ആര്? ദേശാധിപതിയായ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് ദൈവവചനം, ഇങ്ങനെ ദൈവവചനം പറയുന്ന ദൈവദാസന്മാർ ദേശത്ത് വന്നുവെന്നറിഞ്ഞ് അവരെ വിളിച്ചു വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. അടുത്ത വാക്ക്, എന്നാൽ ഈ ബർയേശു എന്ന പേരുള്ള, അല്ലെങ്കിൽ എലിമാസ് എന്ന വേറെ പേരുള്ള അവൻ അവരോട് എതിർത്തു നിന്നു. ദൈവവചനം പറയുന്നതിന് തടസ്സമായി നിന്നു. ദൈവവചനം കേട്ട് വിശ്വസിക്കുന്നത് തടയുവാൻ അവൻ ശ്രമിച്ചു. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ അവൻ ശ്രമിച്ചു. ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കേണ്ട വിഷയം അതാണ്. ദൈവാത്മാവിലാണോ എന്നെങ്ങനെ അറിയാം? നമ്മുടെ കൂടെ തന്നെ ഒരു സമൂഹമുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്ന വിശ്വാസികളുണ്ട്. അവരിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണോ എന്നെങ്ങനെ അറിയാം? ദൈവാത്മാവ് അല്ലയോ എന്നെങ്ങനെ അറിയാം?
ദൈവവചനത്തിനെതിരെ നിൽക്കുന്നു എങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കണം, അവരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, പിശാചാണ്. ദൈവവചനത്തിനെതിരെ ആര് നിന്നാലും, അത് ലീഡറാണെങ്കിലും താഴെയുള്ള വിശ്വാസ സമൂഹമാണെങ്കിലും, അവരിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല. ഇതിലിത് ഞാൻ പറഞ്ഞ വാക്കല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ വചനം കേൾക്കാൻ മനസ്സില്ലെങ്കിൽ, നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. യേശു കർത്താവ് പറയുന്ന വളരെ കഠിനമായൊരു വാക്കായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു വിഷയമാണ്. യേശു കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്, യഹൂദന്മാരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളാരുടെയും അടിമയൊന്നുമല്ല, ഞങ്ങൾ അബ്രഹാം എന്ന പിതാവിന്റെ മക്കളാ എന്നൊക്കെ പറഞ്ഞ് വചനത്തിനെതിരായി നിന്നപ്പോ യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എന്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാണ്, അബ്രഹാമിന്റെ സന്തതിയല്ല, പിശാചെന്ന പിതാവിന്റെ മക്കൾ. യോഹന്നാന്റെ സുവിശേഷം 8:44 ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ദൈവവിധനെ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ സ്വയം വിവേചിക്കുകയും മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം. ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല. ദൈവവചനത്തിനെതിരെ നിൽക്കുന്നുവെങ്കിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഇവർ യഹൂദനാണ്, ബർയേശു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അർത്ഥം എലിമാസ് എന്ന് പറയുന്ന അർത്ഥമുള്ള പേരുള്ളവൻ, അവൻ പൗലോസും ബർന്നബാസും ദേശാധിപതിയോട് ദൈവവചനം പറയുവാൻ ശ്രമിക്കുമ്പോൾ ആ ദൈവവചനത്തിനെ എതിരെ നിൽക്കുന്നു. ദൈവവചനത്തിനെതിരെ നിന്നിട്ട് അവരുടെ ഈ സർഗ്യോസ് പൗലോസ് എന്ന് പറഞ്ഞ ദേശാധിപതിയുടെ വിശ്വാസത്തെ കെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് എന്താ ചെയ്തത്? അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്, അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ, അതുവരെ ശൗലിനാണ് അറിയപ്പെടുന്നത്, പിന്നീടാണ് 14-ാം അധ്യായത്തിലാണ് ശൗൽ പൗലോസായി മാറുന്നത്. ശൗൽ എന്ന് പറയുന്നത് യഹൂദ പേരാണ്, പൗലോസ് എന്ന് പറയുന്നത് ഒരു റോമൻ പേരാണ്. ഈ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ശൗൽ പൗലോസായി മാറുന്നത്. അത് വേറെ വിഷയമാണ്, അടുത്ത ദിവസം ചിന്തിക്കാവുന്ന വിഷയമാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയാട്ട്, ഈ വചനത്തിനെതിരെ നിൽക്കുന്നവനെ, വിശ്വാസത്തിനെതിരെ നിൽക്കുന്നവനെ പൗലോസ് എന്താ ചെയ്യുന്നത്? പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, കണ്ടോ? ദൈവത്തിന്റെ പേര് ആത്മാവിൽ നിൽക്കുന്നവന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ? ഇന്ന് പറയുന്നത് ആരെയും ശാസിക്കരുത്, ആരെയും ഉപദേശിക്കരുത്, ആരെയും തെറ്റ് വെളിപ്പെടുത്തരുത്. നേരെ തിരിച്ചാണ്. ഇവിടെ നിങ്ങൾ വായിച്ചായിരുന്നല്ലോ, ശൗൽ ആത്മപൂർണനായി ദൈവം വചനത്തിനെതിരെ നിന്നാൽ പൗലോസിന്റെ ആത്മാവിൽ നിൽക്കുന്നവന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവന് ആത്മപൂർണനായ ശൗലിന്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവനെ കൂടെ നിർത്തുകയല്ല, അവനെ സുഖിപ്പിക്കുകയല്ല, അവനെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയല്ല, ഫ്ലെക്സിബിൾ ആകുകയല്ല അവിടെ ചെയ്തത്. ആത്മപൂർണനായി അവനെ നോക്കിയിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മോനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികൾ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? എന്നിട്ട് അടുത്തത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ശാപവാക്ക, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നിന്റെ കണ്ണ് ഇനി കാണത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ നീ കുരുടനായിരിക്കും എന്ന് പറഞ്ഞ ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. കണ്ടോ ദൈവത്തിന്റെ പൈതലേ? ഇത് ഞാൻ സംസാരിക്കുന്നത് കൃപായുഗത്തിൽ നടന്ന കാര്യമാണ്. പുതിയ നിയമത്തിലെ വിഷയമാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുതിയ നിയമത്തിൽ എത്രയോ പ്രാവശ്യമുണ്ടായിരുന്നു. ഇന്ന് ആരെയും ശാസിക്കാൻ പാടില്ലെന്നാണ് പുതിയ നിയമത്തിൽ ഇന്നത്തെ അവരുടെ സഭകളുടെ തിയറി. ആരെയും ശാസിക്കാൻ പാടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കാത്തതിന്റെ കുറവാണ്. സങ്കീർത്തനം 141:5 പറയുന്നത്, നീതിമാനെന്നെ അടിക്കുന്നത് ദയ, അവനെന്നെ ശാസിക്കുന്നതിന്റെ തലയ്ക്ക് എണ്ണ, അതുകൊണ്ട് എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. നീതിമാൻ എന്നെ അടിക്കുന്നത് എനിക്ക് ദയയാണ്, അവനെന്നെ ശാസിക്കുന്നതിന്റെ തലയ്ക്ക് എണ്ണയാണ്. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആസാഫിന്റെ സങ്കീർത്തനത്തിനകത്ത് ഇതിനെ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ശാസിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നീ ശാസനയെ വെറുത്ത്
എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു, വിചാരികളോ നീ പങ്കുകൂടുന്നു, നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന വിളയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നീ നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തെങ്കിലും ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെയുള്ളവൻ നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കൺമുമ്പിൽ അവരെ നിർത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ പൈതലെ മനസ്സിലാക്കണം, ശാസനയെ വെറുത്താൽ ദൈവം നിനക്കെതിരായി മാറും. ശാസനയെ എതിർത്താൽ ഗുണീകരണത്തിനു വേണ്ടി, ക്രമീകരണത്തിനു വേണ്ടി ആത്മാവിൽ നിൽക്കുന്നവർ തന്നെ ശാസിക്കുമ്പോൾ തിരിഞ്ഞു വരാതെ അതിനോട് എതിർത്താൽ ദൈവത്തിന്റെ കരം നിനക്കെതിരാകുമെന്നാണ് വേദോസകം പഠിപ്പിക്കുന്നത്. ഇവിടെ ആത്മപൂർണനായി സ്വന്തം ഇഷ്ടത്താലാണെന്ന് അവിടെ കൊടുത്തിട്ടില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ 9-ാം വാക്യം, പൗലോസ് എന്ന പേരുള്ള സൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവരെ ഉറ്റുനോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ ആത്മാവിലാണ് സംസാരിക്കുന്നത്. എന്താ സംസാരിച്ചത്? സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. ദൈവത്തില് എന്താ ഇവൻ ഇവിടെ ചെയ്ത കുറ്റം? ദൈവവചനത്തിനെതിരായി നിൽക്കുകയാ, ദൈവവചന കേൾവിക്കെതിരായി നിൽക്കുകയാ, അത് വിശ്വസിക്കുന്നതിനെതിരായി നിൽക്കുകയാ. ഇങ്ങനത്തെ കാര്യമേ അവൻ ചെയ്തുള്ളൂ. ഈ പൗലോസിന്റെ വചനത്തിനെതിരായി നിൽക്കുകയാ, അവൻ പറയുന്ന വചനത്തിനെതിരെ സംസാരിക്കുകയാ, ദൈവവചനത്തിനെതിരെ സംസാരിക്കുക. ഇന്ന് പകൽ വളരെ ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ദൈവവചനം അത് മുഖം നോക്കാതെ ആത്മാവിൽ നിന്നുകൊണ്ട്, ആത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ സംസാരിക്കുമ്പോൾ ആ വചനത്തിനെതിരെ നിൽക്കുകയാണെങ്കിൽ, ആ വചനം സംസാരിക്കുന്നവർക്കെതിരെ നിൽക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അവരിൽ വ്യാപരിക്കുന്നത് പിശാചാണ്. ഇത് തന്റെ അടുത്തോടെ പറയാൻ കാരണം യേശു കർത്താവാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. വചനം കേൾക്കാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. പറയുന്നത് അബ്രഹാമിന്റെ സന്തതി എന്ന് അഭിമാനിക്കുന്ന യഹൂദന്മാരോടാണ്. അപ്പോൾ നമ്മളെ ശോധന ചെയ്യണം. ദൈവത്തിലെ ഇവിടെ ഒരു ആത്മീക പോരാട്ടം നടക്കുകയാണ്, ഒരു പവർ എൻകൗണ്ടർ നടക്കുകയാണ്. ഇവിടെ പോരാട്ടം ദൈവത്തെ എപ്പോഴും മനസ്സിലാക്കിയണം. എന്തിനോടാ പോരാട്ടം? അപ്പോസ്തല പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് കഴിയുന്നത് ദൈവവചന ശുശ്രൂഷയോടാണ് എപ്പോഴും പോരാട്ടം. കഥ പറയുന്നവരോട് പോരാട്ടമില്ല പിശാചിന്. നിർമ്മിത കഥകൾ പറയുന്നവരോട് പോരാട്ടമില്ല. സ്വയസാക്ഷ്യങ്ങൾ പറയുന്നവരോട് പോരാട്ടമില്ല പിശാചിന്. എന്നാൽ ദൈവവചനം അതിന്റെ ശക്തി എവിടെ വെളിപ്പെടുത്തിയാലും ആ ശുശ്രൂഷയ്ക്കെതിരെ എന്നും പോരാട്ടമുണ്ട്. പത്രോസ് കാരാഗ്രഹത്തിൽ പോകാൻ കാരണമെന്താ? സ്തെഫാനോസിന്റെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കാരണമെന്താ? അവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. യെരൂശലേമിൽ പീഡ വരാൻ കാരണമെന്താ? അവർ ദൈവവചനം ദേശത്ത് പറഞ്ഞു. അപ്പോൾ ദൈവം ഇത് മനസ്സിലാക്കണം, എന്റർടൈൻമെന്റിന് ഒരു കുഴപ്പവുമില്ല, പിശാചിന് വലിയ സന്തോഷമാ. ദൈവിക ആരാധനകൾ എന്റർടൈൻമെന്റ് ആയാൽ, ഒരു ആഘോഷമായാൽ പിശാചിന് ഒരു പോരാട്ടവുമില്ല. എന്നാൽ ദൈവവചനത്തിന് ശക്തി വെളിപ്പെടുത്തുന്ന ആത്മീയ ശുശ്രൂഷ എവിടെ വെളിപ്പെടുത്തിയാലും ആ ശുശ്രൂഷക്കെതിരെ എന്നും പിശാച് പോരാടും, ആ ശുശ്രൂഷക്കെതിരെ എന്നും പിശാച് പോരാടും. ഇവിടെയും നിങ്ങൾ നോക്കിയിട്ട് പൗലോസ് കഥ പറഞ്ഞായിരുന്നെങ്കിൽ വിഷയമല്ലായിരുന്നു. താൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞ വിഷയമല്ല, സാക്ഷ്യം പറഞ്ഞ വിഷയമല്ല. എന്നാൽ ദൈവവചനം പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത്. യൂസിഫർ എന്ന മാന്ത്രികനാകുന്ന പേര്, അവൻ ദൈവവചനം പറഞ്ഞപ്പോൾ അവരോട് എതിർത്തു നിന്നു. ദൈവവചനം കേൾക്കാൻ ആ സെർത്തോസ് ആഗ്രഹിച്ച് വിളിച്ചു വരുത്തി ആ വചനത്തോട് എതിർത്തു നിന്നു. ദേശാധിപതികളുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. ദൈവവചന ശുശ്രൂഷയോടാണ് പിശാചിന് പോരാട്ടം. അതൊരു കാര്യമെന്താ? ദൈവവചനമാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത്, ദൈവവചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, ദൈവവചനമാണ് അത്ഭുതങ്ങളെ ഉളവാക്കുന്നത്, ദൈവവചനമാണ് ദൈവപ്രവൃത്തികളെ വിളിച്ചു വരുത്തുന്നത്, ദൈവവചനമാണ് അശുദ്ധ ശക്തികളെ പുറത്തു കൊണ്ടുപോകുന്നത്. പിശാചിന് ഏറ്റവും കൂടുതൽ പോരാട്ടം ദൈവവചന ശുശ്രൂഷയോടാണ്. ദൈവവചനം ശരിയായി പറയുന്നിടത്ത് പോരാട്ടമുണ്ട്. കാരണം വചനത്തിന് ആളുകളെ വിടുവിക്കാൻ കഴിയും. ഇവിടെ ഒരു പവർ എൻകൗണ്ടർ നടക്കുകയാണ് നേരിട്ട്. അത് ദൈവാത്മാവും പിശാചും തമ്മിലുള്ള പോരാട്ടം നടക്കുക. ദൈവത്തിലെ എവിടെ ദൈവത്തിന്റെ ആത്മാവും പിശാചുമായിട്ട് പോരാട്ടം നടന്നാലും അവിടെ ജയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്.
നീ ഇത് മനസ്സിലാക്കണം. എവിടെ പോരാട്ടം നടന്നാലും പോരാട്ടമുണ്ട്, പക്ഷെ പോരാട്ടത്തിന്റെ അവസാനം ജയം എപ്പോഴും ദൈവാത്മാവിനാണ്. 12-ാം അധ്യായത്തിൽ തെളിവാണ്. തുടക്കത്തിൽ പരാജയമെന്ന് തോന്നിയാലും യാക്കോബിന്റെ തലവെട്ടിപ്പോയി ആ പത്രോസ് കാരാഗ്രഹത്തിൽ, പക്ഷേ ആത്മാവ് പ്രവർത്തിച്ച് അതിന്റെ അവസാനം നിങ്ങൾ നോക്കിയാട്ട് അതിന് നേതൃത്വം കൊടുത്ത ദൈവസഭയ്ക്കെതിരെ നിന്ന ദൈവദാസന്മാർക്കെതിരെ നിന്നവനെ താഴെയിട്ടു ക്രമിക്കരയാക്കി ദൈവോദരത്തിന് ശക്തികൾ വെളിപ്പെടുത്തുകയാണ്. അന്ത്യ വിജയം എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിനാണ്. മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വിചാരിക്കും ശാപവാക്ക് പറഞ്ഞെന്നാ. ശാപവാക്ക് പറഞ്ഞെന്നാ. ഇവിടെ നോക്കിയാത് എന്താ പറഞ്ഞത്? നിന്റെ കണ്ണിന് കാണത്തില്ലെന്നാ പറഞ്ഞത്. ഇത് പറയാൻ ദൈവദാസന്മാർക്ക് അധികാരമുണ്ടോ? ഇവിടെ വായിച്ചത് ആത്മപൂർണനായിട്ടാണ് പറഞ്ഞതെന്നാണ്. അപ്പോൾ പറഞ്ഞത് അവന്റെ സ്വന്തം ഇഷ്ടമല്ലേ ആത്മാവ് പറഞ്ഞത്? ദൈവപ്രവർത്തിക്കെതിരെ, ദൈവവചനത്തിനെതിരെ, ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവർത്തിക്കെതിരെ ആരെതിൽ നിന്നാലും അധികാരത്തോടെ കൽപ്പിക്കുവാൻ ദൈവദാസന്മാർക്ക് അധികാരമുണ്ട്. അതിലെ ശാപവാക്കുകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞതിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് നിന്റെ കണ്ണ് കുരുടായി പോകട്ടെ, കർത്താവിന്റെ കൈ വെളിപ്പെട്ട് നിന്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോകട്ടെ എന്നാ പറഞ്ഞത്. ഇത് പുതിയ നിയമമാണ്, കൃപായുഗമാണ്. അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ പഠിച്ചാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ ദൈവസഭയ്ക്കകത്താണ് അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയത്. പുതിയ നിയമത്തിൽ ഇങ്ങനെയൊന്നുമില്ല, അത് പഴയ നിയമമാണെന്ന് പറഞ്ഞ് ആരും ഹല്ലേലൂയ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഒരുപക്ഷെ ഇന്ന് പെട്ടെന്ന് ആരുടെ ദൈവപ്രവർത്തി വെളിപ്പെടുന്നില്ലെങ്കിലും അത് പുറകെ വെളിപ്പെടുമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. അത് മറ്റുള്ളവരിലേക്ക്, തലമുറയിലേക്ക്, മറ്റിടങ്ങളിലേക്ക് വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ആ സെക്കൻഡിൽ ആ ശാപവാക്കുകൾ എന്ന് നമ്മൾ പറയുന്ന ആ ദൈവപ്രവർത്തിയുടെ വാക്കുകൾ അപ്പോസ്തലനായ പൗലോസിന്റെ വായിൽ നിന്ന് വീണ സമയത്ത് തന്നെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. അവന് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. കൈപിടിച്ച് നടത്തുന്നവരെ തെരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഇതൂടെ കണ്ടത് ദേശാധിപതി കണ്ടിട്ട് അവൻ കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. പൗലോസിൽ വിശ്വസിച്ചെന്നല്ല, അത്ഭുതത്തിൽ വിശ്വസിച്ചെന്നല്ല, കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. അപ്പോൾ ആ കർത്താവിന്റെ ദാസൻ പൗലോസ് അവിടെ എന്ത് പറഞ്ഞിരുന്നു? ദൈവത്തിന്റെ ഉപദേശം പറഞ്ഞിരുന്നു, കർത്താവിന്റെ ഉപദേശം പറഞ്ഞിരുന്നു. ഇതാണ് അതിലെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമെമ്പാടും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വാസിക്കുന്നവർ വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് ഉപദേശിച്ചെന്നൊക്കെയും അവരെ പഠിപ്പിച്ചുകൊണ്ട്, അവരെ ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കണം. അപ്പൊ ദൈവത്തിന്റെ പേരില് ഉപദേശം പറഞ്ഞു. ഉപദേശത്തിൽ അതിൽ കർത്താവ് അവരുടെ കൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പൗലോസ് ഉപദേശം പറഞ്ഞു, കർത്താവ് പൗലോസിനോട് കൂടെയിരുന്ന് അത്ഭുതങ്ങളാൽ ആ ഉപദേശത്തെ ഉറപ്പിച്ചു. ഇപ്പോഴുള്ള ആ ഉപദേശത്തിൽ സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ആ ദേശാധിപതി വിശ്വസിച്ചു. അപ്പോൾ മിഷണറി യാത്രയിലെ ഗുണങ്ങൾ നിങ്ങൾ കണ്ടോ? മിഷണറി യാത്ര സുഖമുള്ള യാത്രയല്ല, ആത്മീയ പോർക്കളമാണ്, ആത്മീയ പോരാട്ടമാണ്. ഓരോ സ്ഥലത്തും വ്യാപരിക്കുന്ന ദേശാധിപ ശക്തികൾ, കുടിയേറ്റപ്പെട്ട ശക്തികൾ, മന്ത്രവാദ വ്യാപിചാര ശക്തികളോടുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് മിഷണറി യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആളുകൾ നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ സഭകളിൽ നിന്നൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അവർ ആത്മീയ ശുശ്രൂഷയിലേക്കാണ് പോകുന്നതെങ്കിൽ, ഒരു മിഷൻ ട്രിപ്പിലേക്കാണ് അവർ പോകുന്നതെങ്കിൽ പ്രത്യേകം ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, അവരുടെ കുടുംബം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കാരണം അവർ പോകുന്നത് ആ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുടെ പടവെട്ടാനാണ്, പോർക്കളത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കിയിട്ട് ഒരു വാർ എൻകൗണ്ടർ നടക്കുകയാണ്, ഒരു ആത്മീയ പോരാട്ടം നടക്കുകയാണ്. പൗലോസിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാത്മാവും അപ്പുറത്ത് ബർഗേശു എന്ന് പറയുന്നതിന്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവുമായിട്ട്, സാത്താന്യ ശക്തിയുമായിട്ടൊരു പോരാട്ടം നടക്കുകയാണ്. എൻകൗണ്ടർ, വാർ എൻകൗണ്ടർ നടക്കുകയാണ്. അപ്പോൾ ഇതിന് ആത്മാവിന്റെ ശക്തിയില്ലാതെ നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവവചനം പറയുന്നത് തടസ്സമായ ശക്തികൾ ഓരോ ദേശത്തും വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തെ കെടുത്തുന്ന ഓരോ ശക്തികൾ ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. അതിനെ ജയിക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി വേണം. അപ്പൊ ദൈവത്തിന്റെ വൈദ്യുതി സുവിശേഷീകരണത്തിന് നമ്മുടെ അറിവല്ല ആവശ്യം, ആത്മാവിന്റെ ശക്തിയാണ്. ആത്മാവിന്റെ ശക്തിയും വചനവും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിൽ സുവിശേഷീകരണം നടക്കുന്നത്. നമ്മൾ പറയുന്ന ആ മിടുക്കനാ, ആള് മിടുക്കനാ, ആ മിടുക്കം പോയാൽ അതിൽ അവിടെ മൊത്തം സുവിശേഷീകരിച്ച് വരും. ഇല്ല, ഒരു മിടുക്ക് കൊണ്ടും സുവിശേഷീകരിക്കാൻ
പറ്റില്ല. ആത്മാവിന്റെ ശക്തിയും വചനവും ഒരുമിച്ച് ചെല്ലുന്നിടത്താണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, സുവിശേഷീകരണം നടക്കുന്നത്, മാനസാന്തരം ഉണ്ടാകുന്നത്, രൂപാന്തരം വരുന്നത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. ദൈവത്തിലെ ഒന്നാമത്തെ മിഷൻ ഫീൽഡ് സലമീസ്, അവിടെ സിനഗോഗിൽ ചെന്ന് പള്ളിയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. അവിടെ നിന്ന് 90 മൈൽ അപ്പുറത്തുള്ള പാംഫോസിൽ പൗലോസും ശൗലും ചെന്നു. അവിടെ ഒരു ആത്മീയ പോരാട്ടം നടന്നു. പക്ഷെ ഒരു അത്ഭുതം നടന്നു. അവിടുത്തെ ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. ദൈവത്തിലെ ഒരു ആത്മീയ പോരാട്ടത്തിന്റെ അവസാനം ഒരു ദൈവപ്രവൃത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മീയ പോരാട്ടം ഇവിടെ നടന്നില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഈ ആത്മീയ പോരാട്ടം അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ കാണുവാൻ കഴിയത്തില്ല. ഇത്ര വലിയൊരു ദൈവപ്രവൃത്തി അവിടെ നടക്കണമെങ്കിൽ ഒരു ആത്മീയ പോരാട്ടം നടക്കണം. അപ്പോൾ ആത്മീയ പോരാട്ടം നല്ലതാണ്. പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടത്. പിശാചിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ അവന്റെ വസ്തുവകൾ കവർ ചെയ്യാൻ പറ്റൂ. അവന്റെ അണ്ടറിലുള്ള ആളുകളെ പിടിച്ചെടുക്കണമെങ്കിൽ അവന്റെ കോട്ടകൾ തകർക്കണം, അവന്റെ കോട്ടകൾ തകർക്കപ്പെടണം. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ആ കോട്ട ഈ പാതാള ഗോപുര ശക്തിയുമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. എന്നാൽ കർത്താവിന്റെ വാഗ്ദത്തം, പാതാള ഗോപുര ശക്തികൾ ജയിക്കുകയില്ല. ഇന്ന് പകലിനെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഏത് പിശാച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് കടന്നു പോകാം. നീ അവിടെ പ്രവർത്തിച്ചാൽ ഒരു ദുഷ്ടശക്തിയും ജയിക്കത്തില്ല. നീ കയറുന്ന ഇടം, നിന്റെ കാഴ്ച വിട്ടുന്ന ഇടത്തു നിന്ന് അവൻ ഒഴിയും, നീ ഇവിടെ വാഴും. കൃപയാൽ 17 വർഷങ്ങൾ കൊണ്ട് 17 വർഷമായി ഞാൻ ഈ ആത്മീയ ശുശ്രൂഷയിലാണ്. അനവധി ഹൈന്ദവ ഭവനങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. കെട്ടുകിടക്കുന്ന വിഗ്രഹങ്ങളെ ആളുകൾ അവരുടെ മുൻപിൽ വെച്ച് ഉടച്ചു കളഞ്ഞിട്ടുണ്ട്. അവരുടെ കുരിയാലകൾ 3-4 ആത്മഹത്യ നടന്ന ഭവനങ്ങൾ പ്രതിനിധിയായി വെച്ചിരുന്ന കുരിയാലകൾ പിക്കാസ് കൊണ്ട് ആളുകളെ ഞങ്ങൾ കിളച്ചു മാറ്റിയിട്ടുണ്ട്. അനവധി വിഗ്രഹങ്ങളെ, കാളിയുടെ വിഗ്രഹങ്ങളെയൊക്കെ പിക്കാസിന്റെ മൂടി കൊണ്ട് തകർത്ത് ആളുകൾ ഡാമിൽ കൊണ്ടുപോയി താത്തിട്ടുണ്ട്. എന്നാൽ ആളുകൾ ഒരു പിശാചിന്റെ പ്രവർത്തിക്കും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഞങ്ങളുടെ മഹത്വമല്ല, ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. പാമ്പുകളെയും തുള്ളികളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്ത വാക്ക്, ഇവയൊന്നും ഒരു നാളും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ നിൽക്കുന്ന സ്ഥലത്ത് വചനം പറയുന്നത്, അവൻ പിശാച് ഒഴിയും, നീ അവിടെ വാഴും. നീ നിൽക്കുന്ന സ്ഥലത്ത് അവൻ എതിർക്കും, പക്ഷെ അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവൻ പരാജയപ്പെടും. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 11-ാമത്തെ ആയത്തിൽ അതിന്റെ 4-ാം വാക്യത്തിനകത്ത് എതിർത്ത് നിൽക്കുന്ന പിശാച്. എന്നാൽ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, പിശാച് പരാജയപ്പെടുന്നു. ദേശത്ത് ദൈവപ്രവൃത്തി, ദേശാധിപതി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവന്റെ ഉപദേശത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആത്മാവിന്റെ നിറവിൽ നിൽക്കാം, ആത്മാവിന്റെ ശക്തിയിൽ നടക്കാം, ആത്മാവിനെ അനുസരിക്കാം. ദൈവത്തിലെ ആത്മാവാണ് ഇവർ വായിച്ചത്. ആത്മാവിനാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്, ആത്മാവിനാണ് ഇവർ സംസാരിക്കുന്നത്. അത് ശാപവാക്കായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ എനിക്കറിയത്തില്ല. എന്നാൽ വിശുദ്ധ പുസ്തകം പറയുന്നത്, അവർ ആത്മാവിൽ സംസാരിച്ചു. ഉപദേശവും പറഞ്ഞ അവർ അതേ അവസരത്തിൽ തന്നെ അവർ ആത്മാവിൽ ശാസിക്കുന്നു. ദൈവപ്രവൃത്തിക്കെതിരായി നിൽക്കുന്നവനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശാപത്തിന്റെ വാക്കുകളാണ്. കണ്ണ് കാഴ്ചവരെ നഷ്ടപ്പെട്ടു പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവവചനത്തെ അനുസരിക്ക്, ദൈവവചനത്തോട് ചേർന്ന് നിൽക്ക്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം കർത്താവിനാഥൻ കേവർഗ ഫാസിലൂടെ കേട്ടതുപോലെ നാം എന്ന് ചെയ്യരുതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പഠിപ്പിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. മനോഹരമായ പാട്ടുകൾ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവപ്രവൃത്തി കർത്താവെ വെളിപ്പെടുന്നത് കാണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവ് അതിനായി ദാസന്മാരെ ഒരുക്കിയല്ലോ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്റെ മക്കളെ ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, ദൈവപ്രവൃത്തിക്ക് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനത്തോടും കൂടെ നിൽക്കുവാൻ, ആത്മാവിന്റെ എല്ലാ പ്രവർത്തികൾക്കും കൂട്ടുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സിറ്റിയിൽ നടക്കുന്ന കർത്താവെ, രാജ്യത്ത് നടക്കുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ICPയുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ലേഡീസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവസഭകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആത്മീയ കൂട്ടായ്മകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേരണായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ബോസ്റ്റൺ, നോർത്ത് കരോളിന,
കർത്താവെ അങ്ങനെ മറ്റു പല പ്രേലനുകൾ ഒക്ലവ പ്രേലൻ കർത്താവെ ബെരസ്ത പ്രേലൻ അങ്ങനെ അനേക പ്രേലൻ എല്ലായിടത്തുമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് പിൻപിൽ പ്രവർത്തിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ പൊതിയണമേ. ദുഷ്ടൻ കാണാതെ മറയ്ക്കണമേ. അങ്ങയുടെ രക്തക്കോട്ടയ്ക്കുള്ളവരെ മറയ്ക്കണമേ കർത്താവെ. അവരുടെ കുടുംബത്തെ അങ്ങ് കർത്താവ് വേലികെട്ട് സൂക്ഷിക്കണമേ. ആത്മാവിന്റെ അനുഗ്രഹങ്ങൾ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഭാഗമാക്കാവുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യവും സമ്പത്തും കൊണ്ട് കർത്താവെ നിറച്ച് ആത്മീയ കൃപാവരങ്ങളാൽ അവരെ ആരെ കിരീടമണീച്ചവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പകൽ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ വചനം പറഞ്ഞ ദൈവാസനെ അനുഗ്രഹിക്കുന്നു. നീതിയുടെ കുടുംബത്തെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗവക്കായ എല്ലാവരെയും കർത്താവിന്റെ കൃപയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീയ ഭൗതിക ശാരീരിക മാനസികമായ എല്ലാ പലകളും തുറന്നുകൊടുത്ത് കർത്താവിന്റെ നാമത്തിൽ അവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിച്ച് അവരുടെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വെബ്സൈറ്റിലൂടെ വീണ്ടും ഈ വചനങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന എല്ലാ ദൈവദാസദാസന്മാരെയും അനുഗ്രഹിക്കുന്നു. തിരുവനയുടെ കരങ്ങളിലേക്ക് അടികൾ ഒരുമിച്ച് താഴ്ത്തുന്നു. ക്രമോട് നിറച്ചാട്ട മഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.